ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള മീൻ വാഴയിലയിൽ പൊളിച്ചതാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി. അപ്പോൾ ഇത് കണ്ടു നോക്കാം. ഇതിലാദ്യം തന്നെ മീനിനെ ഒന്ന് മസാലപ്പൊടിയിൽ നമ്മളൊന്ന് തിരുമിയെടുക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ടൊന്ന് റെഡിയാക്കാം. അതിനായി ഏകദേശം 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കൂടി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ നാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലാദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ചാലിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ കൂടിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇന്നത് തയ്യാറാക്കുന്നത് ഞാൻ സീ ബ്രെയിൻ ഫിഷിലാണ്. ഇവിടെ ഇതിന് ഒറാത്ത എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഈ ഒരു മീൻ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഇനി ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് ഈ മീനെ ഒന്ന് വരഞ്ഞും കൂടി എടുക്കാം. ഇത് ഏകദേശം ഒരു 1/2 കിലോയുള്ള മീനാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മീനിന് പകരമായിട്ട് നമുക്ക് മത്തിയോ അയലയോ അങ്ങനെയുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് എടുക്കാം. ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ മസാലയിൽ മീനെ നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കാം. ഇപ്പോൾ മീനിലേക്ക് മസാല എല്ലാം നന്നായിട്ട് തിരുമി എടുത്തിട്ടുണ്ട്. ഇനിയുള്ള മസാലേനെ ഞാൻ ഒരല്പം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം മസാലക്കൂട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരുമി എടുത്തിരിക്കുന്ന മീനിനെ മിനിമം ഒരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ചൂടായിരിക്കുന്നൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ മീനിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിനായിട്ട്. ഇതുപോലെ മീൻ്റെ 2 സൈഡ് നല്ലതുപോലെ മൊരിച്ചെടുത്ത് കുറച്ച് സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം മീനെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഈ പാൻ ഓഫ് ചെയ്ത് മീനിനെ മറ്റൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിരുന്ന ആ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞെടുത്തിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എടുക്കുന്ന ഈ ഓരോ ഇൻഗ്രീഡിയൻസും ഞാൻ നന്നായിട്ട് പൊടിച്ചരിഞ്ഞാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രേവിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതുപോലെ കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം, ഇതിൻ്റെ പച്ചമണം എല്ലാം നന്നായിട്ട് പോകുന്നത് വരെ. ശേഷം ഇതിലേക്ക് പൊടിച്ചരിഞ്ഞിരിക്കുന്ന മീഡിയം സൈസ് 3 സവാള കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറുതീയിൽ വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വഴന്നു വന്നിരിക്കുന്ന ഈ ഉള്ളിയിലേക്ക് മാറ്റി വെച്ചിരുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മസാലയിൽ ഗ്രേവി തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ഈ മീൻ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടുതലാട്ടോ. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ മീൻ പൊള്ളിച്ചത് ചെയ്യുമ്പോൾ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണേ. അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് മസാലയൊന്ന് ആക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളിലേക്ക് വഴന്നു തുടങ്ങുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് കട്ടിയുള്ള തേങ്ങാപ്പാലാട്ടോ ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് ചെറുതീയിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഗ്രേവിയിൽ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ വാളംപുളി പിഴിഞ്ഞത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യാനുസരണമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 സ്പൂണോളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ശേഷം ഒരു തിള വന്ന് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിനെ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു വാഴയിലയിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന മസാലയുടെ പകുതി ഭാഗം മാറ്റുകയാണ്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന മീൻ കൂടി വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഗ്രേവി കൂടി മീനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അത് ആ ഗ്രേവി കൊണ്ട് തന്നെ മീനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡുകളിലായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിരിക്കുന്ന തക്കാളി കഷ്ണം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഓപ്പൺ ആക്കി വരുമ്പോഴാണെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗി കൂടിയായിരിക്കും. ശേഷം ഇതിനെ നമുക്ക് വാഴയിലയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം.
ഇനി ചൂടായിരിക്കുന്ന പാനിലേക്ക് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഒരു 10 മിനിറ്റും കൂടെ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് ഓരോ തവണ തിരിച്ചിടുന്ന സമയത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരല്പം കനമുള്ളൊരു പാത്രം ഇതിന് മുകളിൽ ഒന്ന് എടുത്ത് വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ ഇതിൻ്റെ വേവൊക്കെ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീറ്റോ.